നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ 15 വയസ്സുകാരൻ 17 വയസ്സുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുടയിലെ കടയിൽ നിന്ന് വാങ്ങിയ സമൂസയ്ക്കുള്ളിൽ ചത്ത പല്ലിയെ കണ്ടെത്തിയതായി പരാതി. പള്ളിപ്പെരുന്നാളിന് സ്ഥാപിച്ച കമാനത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ച് സിവിൽ പോലീസ് ഓഫീസർ മരിച്ചു. കേരള കലാമണ്ഡലത്തിലെ ആദ്യ പുരുഷ നൃത്ത അധ്യാപകനായി RLV രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാർച്ചനയും സംഘടിപ്പിച്ചു. വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായ സുരക്ഷിത് മാർഗ് സെമിനാർ നടത്തി. ചാലക്കുടി നഗരപിതാവിന്റെ പേരിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചിരിക്കുന്ന സുവർണ ജൂബിലി സ്മാരക മന്ദിരം ഉദ്ഘാടനത്തിനൊരുങ്ങി. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ 15 വയസ്സുകാരൻ 17 വയസ്സുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഉത്തർപ്രദേശിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ 17 വയസ്സുള്ള അങ്കിതാണ് കൊല്ലപ്പെട്ടത്. രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ ഇന്ന് രാവിലെയാണ് സംഭവമുണ്ടായത്. അങ്കിത്തിനെ ചിൽഡ്രൻസ് ഹോമിലെ തന്നെ അന്തേവാസിയായ 15-കാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ തർക്കം നടന്നിരുന്നതായി പറയുന്നു. തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും തർക്കമുണ്ടാവുകയും 15 വയസ്സുകാരൻ അങ്കിത്തിനെ തലക്കടിക്കുകയുമായിരുന്നു. ഗുരുതര പരിക്കേറ്റ അങ്കിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർ ടേക്കർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. 2023 മുതൽ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്. കൊല നടത്തിയ 15-കാരൻ 1 മാസം മുൻപാണ് ചിൽഡ്രൻസ് ഹോമിൽ എത്തിയത്. അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂരിലാണ് സംഭവം. മരിച്ചത് നാടോടി കുടുംബത്തിലെ കുഞ്ഞാണ്. താലപ്പൊലിക്കാവിൽ കച്ചവടം നടത്തുന്ന രാജസ്ഥാൻ സ്വദേശിയായ നേന എന്ന യുവതിയുടെ കുഞ്ഞാണ് മരിച്ചത്. 1 മാസം മാത്രം പ്രായമുള്ള കുട്ടിയുടെ പേര് ദിവ്യാൻഷി എന്നാണ്. സംഭവമുണ്ടായത് ഇന്ന് രാവിലെയാണ്. പുലർച്ചെ 4 മണിയോടെ ഉറങ്ങിയ കുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗരുഡ ആംബുലൻസിൽ ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നാലെ AR ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണകാരണം മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ഇരിങ്ങാലക്കുടയിലെ കടയിൽ നിന്ന് വാങ്ങിയ സമൂസയ്ക്കുള്ളിൽ ചത്ത പല്ലിയെ കണ്ടെത്തിയതായി പരാതി. തൃശൂർ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് സമീപം കൂടൽമാണിക്യം റോഡിൽ പ്രവർത്തിക്കുന്ന ബബിൾ ടീ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയ സമൂസയിൽ നിന്നാണ് പല്ലിയെ കിട്ടിയത്. ഇന്നലെ ഉച്ചയോടെ ആനന്ദപുരം സ്വദേശി തോണിയിൽ വീട്ടിൽ സിനി രാജേഷും മകനും ചായ കുടിച്ച ശേഷം മകൾക്കായി 2 സമൂസ പാഴ്സൽ വാങ്ങിയിരുന്നു. ഈ സമൂസ ഇവർ വീട്ടിലെത്തിയതിനു ശേഷം മകൾ കഴിക്കുന്നതിനിടെയാണ് സമൂസയ്ക്കുള്ളിൽ നിന്നും ചത്ത പല്ലിയെ ലഭിക്കുന്നത്. ദ്രവിച്ചു തുടങ്ങിയ പല്ലിയെയാണ് സമൂസയ്ക്കുള്ളിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവരുടെ ഭർത്താവ് രാജേഷ് ഉടൻ തന്നെ ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗത്തിൽ പരാതി നൽകി. ഇതോടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കടയിലെത്തി പരിശോധന നടത്തി. എന്നാൽ സമൂസ ഇവിടെ നിർമ്മിക്കുന്നതല്ലെന്നും കല്ലംകുന്ന് AB ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും നിർമ്മാണം നടത്തി വിതരണം ചെയ്യുന്നതാണെന്നുമാണ് കടക്കാർ വിശദീകരിക്കുന്നത്. പള്ളിപ്പെരുന്നാളിന് സ്ഥാപിച്ച കമാനത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ച് സിവിൽ പോലീസ് ഓഫീസർ മരിച്ചു. കുണ്ടുകാട് സ്വദേശി 46 വയസ്സുള്ള പ്രദീപാണ് മരിച്ചത്. മണ്ണുത്തി അക്കരപ്പുറത്ത് വച്ചായിരുന്നു അപകടം. ബൈക്ക് കമാനത്തിലിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ പ്രദീപിനെ ഉടൻ തൃശൂർ ദയാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സിറ്റി പോലീസ് കമ്മീഷണറുടെ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗമായിരുന്നു പ്രദീപ്.
കേരള കലാമണ്ഡലത്തിലെ ആദ്യ പുരുഷ നൃത്ത അധ്യാപകനായി RLV രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിച്ചു. ഭരതനാട്യത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായാണ് നിയമനം. UGC മാർക്ക് നിർദ്ദേശപ്രകാരം 2 മാസം മുൻപാണ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. യോഗ്യത പരീക്ഷയും അഭിമുഖ പരീക്ഷയും നടത്തി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്നാമനായാണ് രാമകൃഷ്ണന്റെ നിയമനം. ചലച്ചിത്രതാരം കലാഭവൻ മണിയുടെ സഹോദരനായ RLV രാമകൃഷ്ണൻ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും 1ാം റാങ്ക് ജേതാവാണ്. രാമകൃഷ്ണനോടൊപ്പം മറ്റ് 9 പേരും ഇന്ന് അസിസ്റ്റന്റ് പ്രൊഫസർമാരായി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രന് അനുസ്മരണവും ഗാനാർച്ചനയും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത്, ഫാസ്റ്റ് നൃത്തസംഗീത വിദ്യാലയം പ്രിൻസിപ്പാൾ C. ശശിധരൻ, അന്നമനട സുരേഷ് മാസ്റ്റർ, ചിത്രകാരൻ നളിനാക്ഷൻ, ഡോക്ടർ TL സുനിൽ, ഡോക്ടർ KO ജോസഫ് എന്നിവർ സംസാരിച്ചു. ഗായകരായ സുധീഷ് ചാലക്കുടി, മായ ശശികുമാർ, അജിത് കൊടകര, കുമാർ G. വെണ്ണൂർ, നൌഷാദ് പുളിക്കക്കടവ്, സുഭാഷ് വെള്ളാഞ്ചിറ, മാധവൻ കന്യാടത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ജയചന്ദ്രന്റെ ഗാനങ്ങൾ കോർത്തിണക്കി ഗാനാർച്ചന ഒരുക്കി. സംഗീതമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വലിയൊരു പരിപാടിയൊക്കെ ചെയ്യാൻ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായ സുരക്ഷിത് മാർഗ് സെമിനാർ നടത്തി. കുറ്റൂക്കാരൻ ഗ്രൂപ്പ് SCMS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായ SCMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് 100ഓളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് എന്ന ബൃഹത്തായ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രക്ഷാകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറർ TN രാമൻ അധ്യക്ഷനായ പരിപാടിയിൽ ചാലക്കുടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പാൾ PG ദിലീപ് ഭദ്രദീപം കൊളുത്തി. മാനേജർ U. പ്രഭാകരൻ, വൈസ് പ്രിൻസിപ്പൽമാരായ ബിന്ദു PP, പുരുഷോത്തമൻ TR, ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ പത്മനാഭസ്വാമി, ക്ഷേമസമിതി പ്രസിഡന്റ് ശ്രീ AK ഗംഗാധരൻ, രമ്യ എന്നിവർ ആശംസകൾ നേർന്നു. സ്കൂൾ കോർഡിനേറ്റർ സൂര്യപ്രഭ NP-യുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാതൃസമിതി സെക്രട്ടറി സരിത രഞ്ജിത്ത് സ്വാഗതവും സിഞ്ചു വിനോദ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ചാലക്കുടി നഗരസഭയ്ക്ക് പ്രഥമ നഗരപിതാവിന്റെ പേരിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചിരിക്കുന്ന സുവർണ ജൂബിലി സ്മാരക മന്ദിരം ഉദ്ഘാടനത്തിനൊരുങ്ങി. നഗരസഭയുടെ പ്രഥമ ചെയർമാന്റെ നാമധേയത്തിലുള്ള നഗരസഭയുടെ അനക്സ് കെട്ടിടം പ്രഥമ ചെയർമാനായിരുന്ന CI ജോർജിന്റെ പേരിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപ ചെലവിലാണ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന നഗരസഭയ്ക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയുടെ പ്രഥമ ചെയർമാനായിരുന്ന CI ജോർജിന്റെ മകൻ കൂടിയാണ് ഇപ്പോഴത്തെ ചെയർമാൻ എബി ജോർജ്. തന്റെ പിതാവിന്റെ പേരിലുള്ള പുതിയ കെട്ടിടം ഉദ്ഘാടനം നടത്തുവാൻ തന്റെ കാലത്ത് സാധിച്ചതും അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ഭാഗ്യമായി. ശനിയാഴ്ച വൈകിട്ട് 5:30 റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ അനക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. MLA സനീഷ് കുമാർ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 2 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ മുകളിലെ നിലയിൽ നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗവും താഴത്ത് കുടുംബശ്രീ CDS-നും റെസ്റ്റോറന്റിനും കൂടിയാണ് പുതിയ കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത്. കുടുംബശ്രീ ഓഫീസിന്റെ ഉദ്ഘാടനം MP ബെന്നി ബെഹനാൻ നിർവഹിക്കും. നഗരസഭാ ചെയർമാൻ എബി ജോർജ് സ്വാഗതവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ സ്മിത റിപ്പോർട്ടും അവതരിപ്പിക്കും. സെക്രട്ടറി K. പ്രമോദ്, വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു S. ചിറയത്ത്, MM അനിൽകുമാർ, ദീപു ദിനേശ്, പ്രീതി ബാബു, ആനി പോൾ, പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ, CS സുരേഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മുൻ നഗരസഭാ ചെയർമാൻമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 50 രൂപ കൂടി ഗ്രാമിന് 7390 രൂപ, പവന് 59,120 രൂപ. ഇന്നത്തെ കാലാവസ്ഥ.
കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ 15 വയസ്സുകാരൻ 17 വയസ്സുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുടയിലെ കടയിൽ നിന്ന് വാങ്ങിയ സമൂസയ്ക്കുള്ളിൽ ചത്ത പല്ലിയെ കണ്ടെത്തിയതായി പരാതി. പള്ളിപ്പെരുന്നാളിന് സ്ഥാപിച്ച കമാനത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ച് സിവിൽ പോലീസ് ഓഫീസർ മരിച്ചു. കേരള കലാമണ്ഡലത്തിലെ ആദ്യ പുരുഷ നൃത്ത അധ്യാപകനായി RLV രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാർച്ചനയും സംഘടിപ്പിച്ചു. വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായ സുരക്ഷിത് മാർഗ് സെമിനാർ നടത്തി. ചാലക്കുടി നഗരപിതാവിന്റെ പേരിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചിരിക്കുന്ന സുവർണ ജൂബിലി സ്മാരക മന്ദിരം ഉദ്ഘാടനത്തിനൊരുങ്ങി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.